നമസ്കാരം. പൂരം എന്ന് പറഞ്ഞാൽ തന്നെ മലയാളികൾക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വരില്ല. ആദ്യം മനസ്സിലോടിയെത്തുക തൃശൂർ പൂരത്തിന്റെ കാര്യം തന്നെയായിരിക്കും. അത്രയേറെ മലയാളിയുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ആഘോഷങ്ങൾ വളരെ കുറവാണ്. ക്ഷേത്രോത്സവമാണെങ്കിലും കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ച പോലെ നാനാജാതി മതത്തിൽപ്പെട്ടവരും ഒരു മനസ്സോടെ എത്തുന്ന ഇടമാണ് പൂരനഗരി. ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന് പേരാണ് പൂരത്തിന് സാക്ഷ്യം വഹിക്കാനായി കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തേക്ക് എത്തിച്ചേരാറുള്ളത്. പേരിൽ തൃശ്ശൂർ ഉണ്ടെന്നേ ഉള്ളൂ. മലയാളികളുടെ മുഴുവൻ ആഘോഷമായി നമ്മുടെ സാംസ്കാരിക ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്സവമായി ഇത് മാറിയിട്ട് നാളുകൾ ഏറെയായി. ഇത്തവണത്തെ പൂരത്തിന് കൊടിയേറാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. മെയ് 6 നാളെയാണ് തൃശ്ശൂർ പൂരം നടക്കുക. നാളെ രാവിലെ 7:30 മുതൽ ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങും. നാളത്തെ പൂരത്തിന് മുന്നോടിയായി തലേനാൾ ആനകളുടെ ഫിറ്റ്നസ് പരിശോധന ഉൾപ്പെടെ നടക്കും. ഒപ്പം ഇന്ന് ഉച്ചയോടെ നെയ്ത്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്ന് എറണാകുളം ശിവകുമാർ പൂര വിളംബരം നടത്തും. ഇതോടെയാണ് തൃശ്ശൂർ പൂരത്തിന്റെ ആവേശത്തിലേക്ക് നാടും നഗരവും ഒന്നായി ചെന്നിറങ്ങുക. നാളെ രാവിലെ 11:30 ബ്രഹ്മസ്ഥം മഠത്തിന് സമീപം തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം അരങ്ങേറും. ഉച്ചയ്ക്ക് 2:30 വടക്കുന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ ഇലഞ്ഞിത്തറ മേളം. വൈകിട്ട് 5:30 ഏവരും കാത്തിരിക്കുന്ന കുടമാറ്റം നടക്കുക. പുലർച്ചെ 3 വെടിക്കെട്ടും നടക്കും. ശേഷം മറ്റന്നാൾ രാവിലെ പകൽ പൂരത്തിനും വെടിക്കെട്ടിനും ശേഷം ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ പൂരത്തിന് പരിസമാപ്തിയായി. തൃശൂർ പൂരത്തിന് പിന്നിലെ ഐതിഹ്യം കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടാണ് തൃശൂർ പൂരത്തിന്റെ ആരംഭം എന്ന് പറയണം. ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യം ഭരിക്കുന്ന കാലം. അന്ന് തൃശൂർ പൂരം പോലെ ആളുകൾ ആഘോഷമാക്കിയ പൂരമാണ് ആറാട്ടുപുഴ പൂരം. പല പ്രദേശങ്ങളിലെ ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്രകളും ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന പതിവുണ്ടായിരുന്നു. ഹിന്ദു ഐതിഹ്യ പ്രകാരം ലോകത്തിലെ 30 മുക്കോടി ദേവകളും ആറാട്ടുപുഴയിലേക്ക് അന്ന് പൂര ദിവസം എത്തിച്ചേരുമെന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത്. ഇത് നടക്കുന്നത് 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെന്ന് പ്രത്യേകം ഓർക്കണം. തുടർന്ന് 1796 പൂരത്തിന് വലിയ മഴയെ തുടർന്ന് തൃശൂർ ദേശത്തെ ആളുകൾക്ക് ആറാട്ടുപുഴയിൽ കൃത്യസമയത്ത് എത്താൻ സാധിച്ചില്ല. ഇതോടെ വൈകി എന്ന കാരണത്താൽ തൃശൂർ ദേശത്തെ ജനങ്ങളെ അന്ന് പൂരത്തിൽ പങ്കെടുപ്പിക്കാതെ വിലക്കുകയായിരുന്നു. പാറമ്മിക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകാവ് എന്നിങ്ങനെയുള്ള ദേശങ്ങളിലെ ആളുകൾക്കാണ് അപമാനം നേരിടേണ്ടി വന്നത്. തൃശൂർ ദേശത്തെ ജനങ്ങളെ വിലക്കിയത് ഇഷ്ടപ്പെടാത്ത ശക്തൻ തമ്പുരാൻ അടുത്ത വർഷം മുതൽ വടക്കുന്നാഥനെ ആസ്ഥാനമാക്കി പുതിയൊരു പൂരം ആരംഭിക്കാൻ തീരുമാനിച്ചു. അതാണ് ഇന്നത്തെ പൂരമായി പരിണമിച്ചത്. തൃശൂർ പൂരത്തിന് ആനയും വെടിക്കെട്ടുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കുടമാറ്റവും തൃശൂർ പൂരത്തിലെ മുഖ്യ ആകർഷണം തന്നെയാണ്. 2 വിഭാഗം ദേവിമാരുടെ പരസ്പരം കൂടിക്കാഴ്ചയാണ്. മുഖാമുഖം നിൽക്കുന്ന പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ തമ്മിൽ പ്രൗഢ ഗംഭീരമായ വർണ്ണക്കുടകൾ പരസ്പരം ഉയർത്തി മത്സരിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു ദേശത്തിന്റെ ഉത്സവമായി മാറിയ തൃശൂർ പൂരത്തെ സംബന്ധിച്ച് സകല മലയാളികൾക്കും ഒരേപോലെ ആശംസകൾ അർപ്പിക്കാവുന്നതാണ്. ഓരോ പൂരം ഓരോ അനുഭവമായി മാറട്ടെ എന്നതാണ് പൂരപ്രേമികൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ആശംസ. വർണ്ണാഭമായ പൂരക്കാഴ്ചകൾ എന്നെന്നും മനസ്സിൽ തങ്ങി നിൽക്കുമാറാകട്ടെ എന്നും ആശ്വസിക്കാം.